ചോര, താൻ ആരാ? തന്റെ പേരെന്താ? ജീൻവാജി? നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകമില്ല? അതെ, പാവങ്ങൾ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ആ പാവങ്ങളിലെ അതേ ജീൻവാജി. നിങ്ങളുടെ കുറ്റവാളിയല്ലേ? കുറ്റവാളി സഹോദരിയുടെ മക്കൾ വിശന്ന് നിലവിളിച്ചപ്പോൾ ഞാനൊരു റൊട്ടി മോഷ്ടിച്ചു. വിശന്ന് മരിക്കാനായ കുട്ടികൾക്ക് റൊട്ടി മോഷ്ടിക്കുന്നത് കുറ്റമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതൊരു പഴയ കഥയല്ലേ. തൊട്ടി മോഷ്ടിച്ച കുറ്റത്തിൽ നിങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ? കിടന്നു എന്നുള്ളത് നേരാ. എന്നിട്ട് ഒന്നല്ല, രണ്ടല്ല, 19 വർഷങ്ങൾ. ഒടുവിൽ അവരെന്നെ മോചിപ്പിച്ചു. ഒരു ജയിൽപ്പുള്ളിയെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. എല്ലാ വാതിലും എനിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. അവസാനം പറയാം, ഞാൻ എന്നെ കഷ്ടപ്പെട്ടു. വാതിൽ അടച്ചിട്ടില്ല, അകത്തേക്ക് വന്നോളൂ. ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ ജീൻവാജി. 19 വർഷം ജയിൽ ശിക്ഷ ലഭിച്ച തടവ്. സഹോദരിയുടെ മക്കൾ വിശന്ന് തന്നെ നിങ്ങൾ പേര് പറയും മുമ്പേ നിങ്ങളുടെ പേര് എനിക്കറിയാമായിരുന്നു. സഹോദരൻ, എന്റെ സഹോദരൻ, അതാണ് നിങ്ങളുടെ പേര്. മേഡം മക്വർ, പ്രത്യേകത്തിൽ കിടക്ക വിരിക്കൂ. അല്പനേരം ഹീകായി ഒന്നുറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ താങ്കൾക്ക്. സത്യമായിട്ടും അങ്ങനെ താമസിക്കാൻ പോവുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയും. എല്ലായിടത്തും നിന്ന് ആറ്റി വായിക്കുകയായിരുന്നു. ഈ സത്യത്തിലുള്ളവ ഒന്ന് തന്നെയല്ലേ? അല്ല, ഞാനൊരു മെത്രാനാണ്. അയ്യോ, ഞാനെന്തൊരു മണ്ടനാണ്. അങ്ങയുടെ തലയിൽ തൊപ്പിയുണ്ടെങ്കിലും ഞാനത് മനസ്സിലാക്കി. ഇവിടെ വരുന്നവരുടെ പേരോ വീടോ ഒന്നും ഞാൻ അന്വേഷിക്കാറില്ല. താങ്കൾ സമാധാനമായി ഉറങ്ങിക്കോളൂ.
വെള്ളിത്തളികൾ പോയെങ്കിൽ പോട്ടെ, അത് നമ്മുടേതായിരുന്നില്ല. നമ്മൾ അതിന്റെ സൂക്ഷിപ്പുകാർ മാത്രം. എനിക്ക് എപ്പോഴേ തോന്നി ഇന്നലെ ഇവിടെ താങ്കൾ ആ ചെറുതാൻ അത് മോഷ്ടിച്ചതെന്ന്. ഇവിടെ നമുക്ക് മരപ്പാത്രങ്ങളും മൂട്ടുപാത്രങ്ങളും ഉള്ളപ്പോൾ എന്തിനു വേണം വെള്ളിത്തളികൾ? നല്ലത് മാത്രം ചിന്തിക്കൂ മേഡം അക്ബർ. ആഹാ, നിങ്ങളോ? വീണ്ടും വന്നതിൽ സന്തോഷം. ഞാൻ തന്ന മെരുകുതിരി കാലുകൾ എടുക്കാൻ മറന്നുപോയി. വെള്ളിത്തളികൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇയാൾ ഇത് കണ്ടിട്ടില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതത്ര വിശ്വാസമാകുന്നില്ല പ്രഭു. ഞങ്ങൾക്കറിയാം ഇവനൊരു പെരുങ്കാലനാണെന്ന്. കുറ്റവാളിയെ രക്ഷിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ്. ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകാൻ ഈ മനുഷ്യൻ താങ്കളുടെ ആരാണ്? അയാൾ എന്റെ സഹോദരൻ. എങ്കിൽ ഞങ്ങൾക്കിനി ഒന്നും പറയാനില്ല. ഇത്തവണത്തേക്ക് ഇവരെ വിട്ടയക്കുന്നു. ഞങ്ങൾ പോകുന്നു. സഹോദര, ഈ വെള്ളിത്തളികൾ കൂടി കൊണ്ടുപോകും. മറക്കേണ്ട, മെരുകുതിരി കാലുകൾ കൂടി എടുത്തോളൂ. കുട്ടിക്ക് പട്ടിണി എന്താണെന്നറിയാം? വാശി പിടിക്കുമ്പോഴും വ്രതമനുഷ്ഠിക്കുമ്പോഴും അല്ലാതെ ഭക്ഷണമാകാൻ ഗതി കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പട്ടിണി എന്താണെന്നറിയാം? അത് നേരാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കറികൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോഴാണ് അത് നിങ്ങളുടെ ഭാഗ്യം. ലോകം മുഴുവൻ പട്ടിണി പടർന്നു നിൽക്കുമ്പോൾ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞവരല്ലേ നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ നാട് പോലെയല്ല ഈ ലോകം. കുട്ടിക്കറിയാമോ, ലോകത്തെ ആകെ മനുഷ്യർ 3/2 പട്ടിണിക്കാരാണ്. അവരുടെ ജീവിതം അറിയണമെങ്കിൽ വായിക്കണം. വായിക്കു കുട്ടി, നിനക്കത് ബോധ്യമാകും. Kara suhu tola, ayah.
അച്ഛനും അമ്മയ്ക്കും പണിയില്ല. അരി തീർന്നിട്ടാണെങ്കിൽ ഒരാഴ്ചയാവുന്നു. അത് ശരിയാണല്ലോ, ഒരാഴ്ചയാണ് കണ്ടിട്ട്. പനിയും പിടിച്ചോ? പനിയൊന്നുമില്ല, അവൻ വീട്ടിലുണ്ട്. അവന്റെ കളിയുടെ ശബ്ദം ഞാൻ കേട്ടതാ. എങ്കിൽ വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. നിന്നെ കാണാനിട്ട് അന്വേഷിച്ച് വന്നതാ ഞങ്ങള്. നാളെ സ്കൂൾ തുറക്കുമല്ലോ. നിനക്ക് ഭക്ഷണം ഞങ്ങൾ തരാം. വയറ് നിറച്ച് ചോറും. ഒന്ന് ചിരിക്കടാ. പഴയതുപോലെ നമ്മൾ ഒരുമിച്ച് കളിച്ച് രസിച്ച് നടക്കത്തില്ലേടാ. നാളെ ഞങ്ങൾ നിന്നെ കൂട്ടാൻ നിന്റെ കളികളെ പിടിക്കും. നമുക്ക് പോവാം. നാലെണ്ണമല്ലോ